കേരളത്തെ നൊമ്പരപ്പെടുത്തിയ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യ വെറുമൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ ഇരയായി മാത്രം ഒതുക്കി തീർക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കുടുംബം രംഗത്ത്. എല്ലാവരും കൂടി എന്റെ അനിയനെ കൊന്നതാണ്, അവന് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങളും ഈ ലോകത്ത് ഉണ്ടാകില്ല എന്ന നിതിൻ രാജിന്റെ സഹോദരി നിഖിതയുടെ വാക്കുകൾ ഈ കേസിൽ മറഞ്ഞു നിൽക്കുന്ന വലിയൊരു ചതിയുടെ സൂചനയാണ് നൽകുന്നത്. ലോൺ ആപ്പിൽ നിന്ന് കേവലം 14,000 രൂപ വായ്പ എടുത്തതിന്റെ പേരിൽ മാത്രം നിതിൻ ജീവൻ ഒടുക്കില്ലെന്നും കോളേജിലെ ചില അധ്യാപകരിൽ നിന്ന് നേരിട്ട ക്രൂരമായ മാനസിക പീഡനങ്ങളും ജാതി അധിക്ഷേപങ്ങളുമാണ് ഈ കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്നുമാണ് കുടുംബം ഇപ്പോൾ ആവർത്തിക്കുന്നത്. പഠിക്കാൻ മിടുക്കനായിരുന്ന ഒരു ദളിത് വിദ്യാർത്ഥിയെ സ്ലം ഡോഗ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച അധ്യാപകരും ഈ മരണത്തിന് തുല്യ ഉത്തരവാദികളാണെന്ന സഹപാഠികളുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം വെറുമൊരു ലോൺ ആപ്പ് തട്ടിപ്പിന്റെ ഇരയായി മാത്രം ഒതുക്കി തീർക്കാൻ അനുവദിക്കില്ലെന്ന് കുടുംബം ഉറച്ച നിലപാടെടുക്കുന്നു. സാലറി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് ലക്ഷങ്ങൾ വായ്പ നൽകാൻ ആപ്പ് കമ്പനികൾ തയ്യാറാകില്ലെന്നും സഹോദരി നിഖിത ചൂണ്ടിക്കാട്ടുന്നു. കോളേജിലെ ഡെന്റൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ വിദ്യാർത്ഥികളെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും മരിക്കുന്നതിന് തൊട്ടു മുൻപ് സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന നിതിൻ ആകെ തകർന്നിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. എല്ലാവരും കൂടി തന്റെ അനിയനെ കൊന്നതാണെന്ന് വിശ്വസിക്കുന്ന കുടുംബം നിതിന് നീതി ലഭിച്ചില്ലെങ്കിൽ തങ്ങളും ഈ ലോകത്തുണ്ടാകില്ലെന്ന വൈകാരികമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ കേസിൽ അധ്യാപകരുടെ ഇടപെടലുകളെ കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും ലോൺ ആപ്പിന്റെ മറവിൽ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിതിന്റെ സഹപാഠികൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കോളേജിലെ ഡെന്റൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ MK റാം നിതിനെ സ്ലം ഡോഗ് എന്ന് വിളിച്ച് നിരന്തരം ജാതീയമായി അധിക്ഷേപിക്കാറുണ്ടായിരുന്നുവെന്ന് സഹപാഠി ആർച്ച വെളിപ്പെടുത്തി. പഠനത്തിൽ മിടുക്കനായിരുന്നിട്ടും നിതിനെ മാനസികമായി തകർക്കാൻ ലക്ഷ്യമിട്ട് അദ്ദേഹത്തിന്റെ അമ്മയെ വരെ അധ്യാപകർ അധിക്ഷേപിച്ചു. മൃതദേഹം കാണാൻ എത്തിയപ്പോൾ പോലും അവൻ സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടി മരിച്ചതാണെന്ന അയാളുടെ ക്രൂരമായ പരാമർശം വിദ്യാർത്ഥികളെ ഏറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഖുറാനെയും മുസ്ലിം വിദ്യാർത്ഥികളെയും അധിക്ഷേപിക്കുന്നതും താൻ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് ക്ലാസ്സിൽ വിളിച്ചു പറയുന്നതും ഇയാളുടെ പതിവായിരുന്നുവെന്നും ഒരു സൈക്കോയെ പോലെയാണ് അയാൾ വിദ്യാർത്ഥികളോട് പെരുമാറിയിരുന്നതെന്നും സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ലോൺ ആപ്പ് ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും അധ്യാപകരിൽ നിന്ന് നേരിട്ട ക്രൂരമായ മാനസിക പീഡനങ്ങളാണ് നിതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് വിദ്യാർത്ഥികളുടെ ഉറച്ച നിലപാട്. അവന് നീതി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങളും ഈ ലോകത്തുണ്ടാകില്ല എന്ന നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ വാക്കുകൾ കേവലം ഒരു രോദനമല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കും അന്വേഷണ ഏജൻസിക്കും നേരെയുള്ള കനത്ത വിരൽ ചൂട്ടലാണ്. ലോൺ ആപ്പ് മാഫിയയുടെ ഭീഷണി ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിയെ സ്ലം ഡോഗ് എന്ന് വിളിച്ച് ആത്മഹത്യയുടെ വക്കോളം എത്തിച്ച അധ്യാപകരുടെ ക്രൂരത ഇവിടെ ഗൗരവകരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നിതിൻ രാജിന്റെ മരണം വെറുമൊരു സാമ്പത്തിക ബാധ്യതയുടെ കണക്ക് പുസ്തകത്തിൽ ഒതുക്കി തീർക്കാൻ അനുവദിക്കില്ലെന്ന് കുടുംബം വ്യക്തമാക്കുമ്പോൾ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. കലാലയങ്ങളിലെ ജാതിയുമായ വിവേചനങ്ങളും അധ്യാപകരുടെ മാനസിക പീഡനങ്ങളും ഇനിയൊരു ജീവൻ കൂടി കവരാതിരിക്കട്ടെ. നിതിൻ രാജിന് നീതി ലഭിക്കുന്നതുവരെ ആ കുടുംബത്തോടൊപ്പം പൊതുസമൂഹത്തിന്റെ പിന്തുണയും ഉണ്ടാകേണ്ടതുണ്ട്.